ഹായ് കൂട്ടുകാരെ, ഇന്നാണല്ലോ ധനുമാസത്തിലെ തിരുവാതിര. എന്ന് വെച്ചാൽ ഇപ്രാവശ്യം നമ്മൾ തലേന്ന് 11 മണിക്ക് എടുത്തിട്ട് പിറ്റേന്ന് 10:30 ആകുമ്പോഴത്തേക്ക് കഴിയുന്നുണ്ട്. ഞങ്ങളും അതുപോലെ തന്നെയാണ് എടുത്തത്. തിരുവാതിരയ്ക്ക് സ്ത്രീകൾക്കാണ് പ്രാധാന്യം. എന്ന് വെച്ചാൽ സുമംഗലികൾ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടും യുവതികൾ മംഗല്യ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പണ്ട് മുതലേ എടുക്കുന്നത്. തുടിയും കുളിയും, എട്ടങ്ങാടി നിവേദ്യം, പാതിരാപ്പൂ ചൂടൽ, തിരുവാതിരക്കളി, ഊഞ്ഞാലാട്ടം, ഇങ്ങനെ പല പല ആചാരങ്ങളും ഉണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ ശിവഭഗവാന് അണിച്ചൊരുക്കി വിളക്കും വെറ്റില അടയ്ക്കൊക്കെ നിവേദിച്ചു. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അമ്മ പണ്ട് പറയുമായിരുന്നു, തിരുവാതിരയെ കുറിച്ച് പറയുന്ന സമയത്തൊക്കെ അച്ഛമ്മ ഒരു പാട്ട് പാടാറുണ്ടായിരുന്നു. പണ്ടത്തെ കഥകളൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പാടിത്തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അമ്മ അത് പാടിത്തരാൻ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കതൊന്ന് കേൾക്കാം. മടത്തിൽ കോരപ്പൻ കൊടന്ന കുന്നങ്കാൽ മടക്കു നീർനിളി പഴുത്തു ചീഞ്ഞുപോയി കരഞ്ഞും കൊണ്ടവൾ ഇരിഞ്ഞു തിന്നുന്നു. കരയേണ്ട പെണ്ണേ, കദളി ഞാൻ തരാം. വരപ്പനങ്ങാടി തെരുവിലും ചെന്നു വരപ്പൻ ചെട്ടിയെ വിളിച്ചുണർത്തുന്നു. നിരപ്പലകൊക്കെ എടുത്തു വയ്ക്കുന്നു. എടുത്തു നീർക്കുല പരപ്പൻ ചെട്ടിയും എടുത്തു നൂർപ്പണം കോരപ്പൻ നായരും കൊണ്ടേ കൊടുക്കുന്നു തരുണിക്കന്നേരം. ചിരിച്ചും കൊണ്ടവൾ ഇരുന്നു തിന്നുന്നു. പിന്നെ ഞങ്ങൾ നന്നായിട്ടൊന്ന് ആസ്വദിച്ച് ഊഞ്ഞാലാടിട്ടോ കുറച്ച് നേരം. പിന്നെ ഒരു 1-1:30 ആയപ്പോൾ ഞങ്ങൾ പുഴുക്ക് കഴിച്ചു. പുഴുക്കും തിരുവാതിരയ്ക്ക് പ്രാധാന്യമുള്ളതാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ചേമ്പുത്തും കൊള്ളിക്കിഴങ്ങ്, നനക്കിഴങ്ങ്, പിന്നെ പൂള ഒക്കെ കൂടി ചേർത്തിട്ട് ഒരു പുഴുക്കുണ്ടാക്കി. അതിൽ വെള്ളമൊഴിച്ച് കുക്കറിൽ 2 വിസിൽ അടുപ്പിച്ചാൽ മതി. പിന്നെ വെന്ത് വരുമ്പോൾ വിസിലൂരിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കൂടെ തന്നെ ഒരു അരമുറി നാളികേരം കൂടി ചേർത്തിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളത് പപ്പടം കൂട്ടി കഴിച്ചു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള സാധനമാണ് കൂവ വരകിയത്. അപ്പോൾ നമ്മൾ കുറച്ച് കൂവപ്പൊടി എടുത്തിട്ട് അത് നല്ലോണം വെള്ളത്തിൽ കലക്കിയെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അതിൽ പഞ്ചസാരയും ചേർത്ത് നമ്മൾ പിള്ളേർക്കൊക്കെ കുറുക്കുണ്ടാക്കുന്ന പോലെ കുറുക്കിയെടുത്തു. അതിൽ കുറച്ച് നാളികേരക്കൊത്തും കൂടി ഇട്ടു കേട്ടോ. നല്ല ടേസ്റ്റാണ് കൂവ. ഇതും ഞങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾക്ക് ഇഷ്ടമായി.
വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഭഗവാന്റെ അടുത്ത് വിളക്കൊക്കെ വെച്ചിട്ട് നന്നായി പ്രാർത്ഥിച്ചു. ഇതാണ് ഞങ്ങളുടെ സാമ്യമുറി. എല്ലാ ദൈവങ്ങളും ഫോട്ടോസും ഉണ്ട് അതിൽ. ഷോക്കേസിലാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു 7:30 ഒക്കെ ആവുന്ന സമയത്ത് ഞങ്ങൾ ഗോതമ്പ് നുറുക്കും പഴവും ശർക്കരയും തേങ്ങയൊക്കെ കൂടി ചേർത്തിട്ട് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ കഴിച്ചു. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ പറയാം. പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇന്ന് പറഞ്ഞത് ഞങ്ങളുടെ ആഘോഷം മാത്രമാണ്. പലരും പല രീതിയിലായിരിക്കും വ്രതം അനുഷ്ഠിക്കുന്നുണ്ടാവുക. ഇനി നമ്മൾ എടുത്ത ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളെല്ലാം ഭഗവാനും കൂടെ നേദിച്ചിട്ടാണ് കേട്ടോ നമ്മൾ